പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രധാനമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് നിൽക്കുമ്പോഴാണ് ഗൗതമിനെ സഹായിക്കുന്നതിനായി മുന്നിലേക്ക് കടന്നു വരുന്നത് ഗൗതമിന്റെ ഭാര്യ നന്ദ. ഇതേ തുടർന്നാണ് ഗൗതമിന്റെ കൂടെ പിങ്കിയെ കാണാൻ ഇടയാകുന്നത്. ഇതോടെ തെറ്റിദ്ധരിക്കുന്ന നന്ദ അർജുനോട് പിങ്കി എല്ലാം നേടിയെന്നും ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് പറയുകയും ചെയ്യുന്നു. ഞാൻ അന്നെടുത്ത തീരുമാനം കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. എനിക്ക് അതുകൊണ്ട് തന്നെ വളരെയധികം വേദനയുണ്ട് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ഇപ്പോൾ നന്ദ. എന്നാൽ നന്ദയെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് അർജുൻ വരികയും നന്ദയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് അവിടേക്ക് കടന്നു വരുന്നത് ഗൗതം. ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോകുന്ന ഗൗതം തന്നെ ഉപേക്ഷിച്ചു പോയ നന്ദ ഇപ്പോൾ അർജുനെ വിവാഹം കഴിച്ചിരിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഇതോടെ ആകെ മാനസികമായി തകർന്ന് പോകുന്ന ഗൗതം ഇനിയും ജീവിതത്തിൽ ഇങ്ങനെ തോറ്റുകൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവൾ എന്നെ ഉപേക്ഷിച്ച് അർജുനെ വിവാഹം കഴിച്ചു കഴിഞ്ഞു. അവർക്ക് ഇപ്പോൾ പുതിയൊരു ജീവിതമായി ഞാൻ മാത്രമാണ്. അവൾ വീണ്ടും തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ എല്ലാം മറന്നുകൊണ്ട് ജീവിക്കുന്നത്. ഇതേ തുടർന്ന് പിങ്കിയെ ചെന്ന് കാണുന്ന ഗൗതം താൻ കണ്ട കാഴ്ചയെ പറ്റി പറയുകയാണ്. അർജുനെ വിവാഹം കഴിച്ച് ഇപ്പോൾ നന്ദ കുഞ്ഞുമായി വളരെയധികം സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ മാത്രം ഇനിയും ഇങ്ങനെ തോറ്റ് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന ഗൗതം പിങ്കിയെ വിവാഹം കഴിക്കാൻ താൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം പിങ്കിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.